സാധാരണ ജനങ്ങൾ ആണ് മദ്യത്തേക്ക് ആശ്രയിക്കുന്ന സാധാരണപ്പെട്ട ആളുകൾക്ക് 640 രൂപയ്ക്കെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പറയുന്നത് ഈ കുടുംബ കലഹം ഉണ്ടാകാനൊക്കെ മദ്യപിച്ച് കാശ് കളയും എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഒരു 4 പേർ ഉണ്ടെങ്കിൽ ഒരു 640 രൂപയുടെ ജവാൻ ആണെങ്കിൽ അവരുടെ ബജറ്റ് വലിയ പ്രശ്നമില്ലാതെ പോകും. അതെ, അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് എന്നെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങളാണല്ലോ കൂടുതൽ സോഷ്യൽ മീഡിയയുടെ അവയർനെസ് വരുന്നത്. എന്നാലും നമ്മൾ മദ്യത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ച് പറയില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ കമ്പനി പ്രധാനമായിട്ടും മദ്യം ആണെങ്കിൽ കൂടി അതിനൊപ്പം തന്നെ നമ്മൾ പല ഹോസ്പിറ്റലുകൾക്കും ISRO റിസർച്ച് സ്ഥാപനങ്ങൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അവർക്കെല്ലാം കൊടുക്കുന്ന റെക്ടിഫൈഡ് സ്പിരിറ്റുകളും ബാക്കിയുള്ള നമ്മൾ ഇവിടുന്ന് റെക്ടിഫൈഡ് സ്പിരിറ്റ് കൊടുക്കുന്നുണ്ട്, ഡീനേച്ചേർഡ് സ്പിരിറ്റ് കൊടുക്കുന്നുണ്ട്, മെഥിലേറ്റഡ് സ്പിരിറ്റ് കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിലുള്ള ഒട്ടുമിക്കുള്ള ഹോസ്പിറ്റലുകൾ ഇവിടെ വന്നിട്ട് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കൂടാതെ നമ്മൾ കുട്ടികൾക്ക് ആവശ്യമായ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം പുതിയതായിട്ട് നമ്മളൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഡിസ്റ്റിലറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം പഴക്കമുള്ള യൂണിറ്റാണ്. കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും ഈ ഡിസ്റ്റിലറി യൂണിറ്റ് ഉണ്ടാകത്തില്ല. അപ്പം അത് നമ്മൾ ഇപ്പോൾ സാറ് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻമാരുടെ യോഗേഷ് സാറ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് പിള്ളേർക്ക് ആവശ്യമായ രീതിയിൽ സജ്ജീകരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നമുക്കൊരു പക്ഷേ ആദ്യത്തെ അറിവാണ് ഈ വിദ്യാർത്ഥികൾക്കൊക്കെയും ഇതിന്റെ പ്രയോജനമുണ്ടെന്നുള്ളത്. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു, വിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരുപാട് പർപ്പസ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അതെ, അതായത് നമ്മൾ ഏകദേശം നമുക്കൊരു 150ഓളം ആളുകൾക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ തൊഴിൽ നൽകുന്നു. 6 ബെൽറ്റ് വന്നപ്പം അതിൽ തന്നെ ഏകദേശം നമുക്കൊരു 125ഓളം കുടുംബശ്രീകൾ പ്രവർത്തകരും ഉണ്ട്. അവിടെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ജോലിയും അവരുടെ സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ ലോഡിംഗ് ജീവനക്കാരുണ്ട്, ഇവിടുത്തെ ജീവനക്കാരുണ്ട്. പല ആളുകൾക്കും പിന്നെ ഇത് ലോഡ് ചെല്ലുമ്പം 26 വെയർ ഹൗസിലോട്ട് നമ്മുടെ ലോഡ് കയറി ചെല്ലുന്നു. അവിടുത്തെ ലോഡിങ്ങുകാർ, അവിടുത്തെ ജീവനക്കാർ, അങ്ങനെ പല രീതിയിൽ ഗവൺമെന്റ് നല്ല രീതിയിൽ ചെയ്തു. നല്ല രീതിയിൽ വരുമാനവും പല ആളുകൾക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ അതായത് ഡിഗ്രി തൊട്ട് താഴത്തോട്ടുള്ള മിക്ക കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിനും ട്രെയിനിങ്, അവരുടെ പ്രൊജക്റ്റ്, അവരുടെ അസൈൻമെന്റ്, പിന്നെ ഹോസ്പിറ്റലുകൾ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സ്പിരിറ്റുകളും ഇവിടുന്ന് വളരെ തുച്ഛമായ വിലക്കാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.